കഴിഞ്ഞ ദിവസം വളരെയേറെ പ്രശ്നത്തിലായിരുന്നു. ഷാഫിഖിന്റെ മൂക്കിന് ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ടായിരുന്നു. അന്ന് വലിയ രീതിയിൽ പ്രചാരണം നടന്നത് അത് മഷിയായിരുന്നു, അല്ലെങ്കിൽ അത് അഭിനയമാണ് എന്നുള്ളതാണ്. അതേ സമയത്ത് ഇവിടെ ഇത്തരത്തിലൊരു സംഭവം നടന്ന സമയത്ത് സമാനമായിട്ട് KSUം ഒപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരും തിരിച്ചടിച്ചു അഭിനയമാണ് എന്ന് പറഞ്ഞത്. പക്ഷെ ആ സമയത്ത് വലിയ രീതിയിൽ പലതരത്തിലുള്ള റിയാക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ രണ്ടിനെ എങ്ങനെ നോക്കുകയാണ്? അല്ല, അവരെന്നെ നോക്കി കണ്ടാൽ മതി. മീശ പഠിക്കാതെ മൂക്കിന് ഓപ്പറേഷൻ നടത്താൻ പറ്റുമെന്നൊക്കെ ചോദിച്ച വിദഗ്ധരുണ്ടല്ലോ അവിടെ. ഏത് ഹോസ്പിറ്റലിലാണ് കാണിക്കേണ്ടതെന്നൊക്കെ എന്നെ എനിക്ക് ഉപദേശം നൽകിയിരുന്ന ആളുകളുണ്ടല്ലോ. മൂക്ക് പൊട്ടിയ ഫോണിൽ മിണ്ടാൻ പറ്റുമെന്ന് ചോദിച്ച ആളുകളുണ്ടായിരുന്നല്ലോ. വലിയ വിദഗ്ധരുണ്ടായിരുന്നല്ലോ. സർജറി എങ്ങനെ നടത്തണമെന്ന് പോലും ഡോക്ടർമാരെ ഉപദേശിച്ചിരുന്ന വിദഗ്ധരുണ്ടല്ലോ. അവര് നോക്കി കണ്ടാൽ മതി. ഞാൻ അവരുടെ നിലവാരത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അന്ന് ചുറ്റും നിന്ന് ഞങ്ങളെ മേലൊക്കെ ചോരയാ സംസാരിക്കുന്നു. അപ്പോ ഞാൻ പറഞ്ഞത്, എന്നിട്ട് അതിന്റെ എല്ലാ ദൃശ്യങ്ങളും പിന്നെ നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തുവിട്ടല്ലോ. അന്നത്തെ റൂറൽ SP തന്നെ ഒരു മീറ്റിംഗിൽ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടല്ലോ. പോലീസിൽ ചില ആളുകൾ ബോധപൂർവം പ്രകോപനമുണ്ടാക്കിയതാണ് എന്ന് റൂറൽ SP തന്നെ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടല്ലോ. അന്ന് നടന്നതിന്റെ എല്ലാ വിഷ്വൽസും നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ പിന്നെ സംപ്രേഷണം ചെയ്തല്ലോ. അവരുടെ ചോദ്യങ്ങളുടെ നിലവാരത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ അതിവിദഗ്ധരൊക്കെ ഇപ്പൊ എവിടെയാണാവോ ഉള്ളതെന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഞാനൊരു കാര്യം കൂടെ ആഡ് ചെയ്യട്ടെ. ഈ ചെറുപ്പക്കാർക്കെതിരെ എടുത്തിരിക്കുന്നത് വധശ്രമത്തിനുള്ള കേസാണ്. 11 വകുപ്പുകളായിരുന്നു. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയോട് പറയുന്നു, ഈ ദൃശ്യങ്ങൾ മുഴുവൻ പരിശോധിച്ചിട്ട് താങ്കൾക്കും താങ്കളുടെ പോലീസിനും ആ ചെറുപ്പക്കാര് വധശ്രമത്തിലെ കേസിൽ പ്രതികളാക്കപ്പെടാനുള്ള തെറ്റോ കുറ്റോ ചെയ്തിട്ടുണ്ടോ എന്ന് ഒരു പരിശോധന നടത്താൻ നിങ്ങൾ തയ്യാറായിട്ട്. സത്യസന്ധത എന്ന വാക്കിനോട് എന്തെങ്കിലും നീതി പുലർത്താൻ നിങ്ങളുടെ സംവിധാനത്തിന് കഴിയുമെങ്കിൽ ആ ചെറുപ്പക്കാർക്കെതിരെയുള്ള കള്ളക്കേസ് പിൻവലിച്ച് അവരെ തടവറയിൽ നിന്ന് മോചിപ്പിക്കണം. വധശ്രമത്തിനാ കേസെടുത്തിരിക്കുന്നത്. ഒരു കറുത്ത കഷ്ണ തുണി കൊണ്ട് 2 മുദ്രാവാക്യം വിളിച്ചതിന് വധശ്രമത്തിന് കേസ്. എങ്ങനെ പാർട്ടി സെക്രട്ടറി തന്നെ പറയാ മന്ത്രിയെ കൊല്ലാനായിരുന്നു തീരുമാനം? നാണമുണ്ടോ? ഗോവിന്ദമാഷിനെ പോലെ ഒരാൾ CPMന്റെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിരുന്ന് പറയുന്ന വർത്താനം. മന്ത്രിയെ കൊല്ലാനായിരുന്നു തീരുമാനം. എന്ത് 2 KSUക്കാർ റെയിൽവേ സ്റ്റേഷനിൽ മുദ്രാവാക്യം വിളിക്കാൻ, മുഴുവൻ ചാനലുകളും 10-35 പോലീസും ഉള്ളിടത്ത് മന്ത്രിയെ കൊല്ലാൻ വേണ്ടിയാണോ കറുത്ത തുണിയും കൊണ്ട് മുദ്രാവാക്യം വിളിച്ച് ചെല്ലുന്നത്? ഇതൊക്കെ ചെയ്തു വന്ന് വളർന്ന നേതാക്കന്മാർ നയിക്കുന്ന പ്രസ്ഥാനം. സമരം തുടരാതിരിക്കാൻ പറ്റുമോ? നാളെ രാവിലെ കളക്ടറേറ്റിലേക്ക് വന്ന നാളെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ആരോഗ്യരംഗത്തെ വീഴ്ചകളെ സംബന്ധിച്ചുള്ള സമരം തന്നെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് പത്രസമ്മേളനത്തിൽ ആദ്യം പറഞ്ഞ എന്താ, ആ സഹോദരിമാരുടെ കുട്ടിയുടെയും വേദന ഈ വകുപ്പിനോ ഈ സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിക്കോ ഈ ഗവൺമെന്റിനോ അറിയുന്നുണ്ടോ എന്നുള്ളതാ. അവരുടെ അമ്മമാരുടെ പ്രതികരണം, നിങ്ങൾ ആ സഹോദരിമാരുടെ പ്രതികരണം നിങ്ങൾ കണ്ടതല്ലേ? ഹർഷിന എന്ന് പറയുന്ന അവര് നടത്തിയ പ്രതികരണം നിങ്ങൾ കണ്ടതല്ലേ? വിനോദിനിയുടെ അമ്മ നടത്തിയ പ്രതികരണം നിങ്ങൾ കണ്ടതല്ലേ? സമരരംഗത്തുനിന്ന് ഞങ്ങളെ പിന്മാറ്റാനും ചർച്ചയിൽ നിന്ന് വിഷയം മാറ്റാനും ഒക്കെയാണ് ഈ അക്രമവും വധശ്രമവും ഈ ബോംബെറിയലും എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ആ ബോംബ് കേരളത്തിൽ പൊട്ടില്ല. നിങ്ങളെ നിരന്തരം ഞങ്ങൾ വിചാരണ ചെയ്തുകൊണ്ടിരിക്കും. കേരളത്തിലെ ജനങ്ങൾ അന്തിമ വിചാരണക്ക് കാത്തിരിക്കുകയാണ്. അവരുടെ വിധിയെഴുത്തും അധികം വൈകാതെ ഉണ്ടാവും. ധിക്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും നാളുകൾ അത് എണ്ണപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിട്ടുണ്ട്. അതൊരു ജനാധിപത്യ സമരമല്ലേ? കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പണ്ട് കരിങ്കൊടി സമരത്തിന് അന്ന് കരിങ്കൊടി സമരത്തെ ന്യായീകരിച്ച് നടത്തിയ ഒരു പ്രസംഗത്തിന്റെ വീഡിയോ ഇപ്പോഴും നമ്മൾ പുറത്തു വരുന്നില്ലേ? ഇതിലുള്ള 1 ഡസൻ മന്ത്രിമാരെങ്കിലും കരികൊടിയുമായിട്ട് കേസിൽ പ്രതികളായിരുന്നവരായിരുന്നു. അല്ല, സമരം ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ആ സഹോദരിയുടെ വയറ്റിൽ 5 വർഷമായിട്ട് ഒരു കത്രിക പെട്ടിട്ട് ഒരു ഉത്തരവാദിത്തത്തോടെ അതിനെ സമീപിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടുണ്ടോ? നിങ്ങളുടെയൊക്കെ മുമ്പിലല്ലേ അർഷന എന്ന് പറയുന്ന സഹോദരി എത്രയോ കാലമായിട്ട് ആ വേദന പറയുന്നത്. ആ വിനോദിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കൈ ചികിത്സാ പിഴവ് കൊണ്ട് മാത്രം മുറിച്ചു മാറ്റേണ്ടി വന്നിട്ട് അതിന് പകരം ഒരു കൃത്രിമ കൈ വെച്ചു കൊടുക്കാൻ പോലും ഗവൺമെന്റ് വന്നില്ലല്ലോ. പ്രതിപക്ഷ നേതാവല്ലേ ചെയ്തു കൊടുത്തത്? എന്ത് ഉത്തരവാദിത്തം ഇവർക്ക് ഇവിടുത്തെ ജനങ്ങളോടുള്ളത്? അല്ല, അതല്ലാതെ എന്താ ചെയ്യുക?